നമസ്കാരം. മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സമ്പാദ്യവും നിക്ഷേപവും തുടങ്ങിയ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വരുമാനം കിട്ടി തുടങ്ങുമ്പോഴാണ് നമ്മളിൽ പലരും എവിടെ നിക്ഷേപിക്കണം എന്നതിനെപ്പറ്റി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുക്കുന്നത്. എല്ലാവരുടെ ഉദ്ദേശവും പണം സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസം നേടുന്നതും നമ്മൾ ജോലി അന്വേഷിച്ച് പുറത്തു പോകുന്നതിൻ്റെ എല്ലാം റീസൺ നമുക്ക് പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. വരുന്ന ഫ്യൂച്ചറിലേക്കൂടെ നമുക്ക് നിക്ഷേപിച്ച് അല്ലെങ്കിൽ അതിന് സമ്പാദ്യം സ്വരുക്കൂട്ടി നല്ല രീതിയിൽ കഴിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഈ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് ഒക്കെ നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മുടെ ഇടയിൽ പണത്തെപ്പറ്റി ഒരു ധാരണയുണ്ട്. പണം ഉണ്ടാക്കുന്നത് എന്തോ ഒരു മോശം കാര്യമാണെന്ന് പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. അവൻ പണക്കാരനാണ്, അവൻ എങ്ങനെയാണ് പണം ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ളൊരു ധാരണ നമ്മൾ ചെറുപ്പം കാലം തൊട്ടേ നമ്മൾ കേട്ടുവരുന്നതാണ്. പക്ഷേ പണം ഉണ്ടാക്കുക എന്നുള്ളൊരു കലയാണ്. പണമില്ലാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാനും സാധ്യമല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ നിക്ഷേപിക്കണം എന്നുള്ളൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ഒരു മലയാളിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം, ഇന്നിപ്പോൾ കോളേജ് വിദ്യാഭ്യാസമൊക്കെ മിക്കവാറും എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്താണ് പലരും പഠിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ ലോൺ അടച്ച് തീരുമ്പോഴത്തേക്കും അത് മറ്റ് ബാധ്യതകൾ വരും. ജോലി കിട്ടി എഡ്യൂക്കേഷൻ ലോൺ അടച്ച് കഴിയുമ്പോൾ കല്യാണം, പിന്നെ കല്യാണത്തെ തുടർന്നുണ്ടാകുന്ന ചിലവുകൾ, വീട് വെക്കണം, വീട് വെച്ച് കഴിയുമ്പോൾ പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിനുശേഷം കുട്ടികൾ വീണ്ടും എഡ്യൂക്കേഷൻ ലോണിലേക്ക് പോകുന്നു, പിന്നെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടം. ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നത് എല്ലാം മലയാളി കടത്തിൽ തുടങ്ങി കടത്തിൽ ജീവിച്ച് കടം വീട്ടാൻ വേണ്ടി നിന്ന് അതിനിടയ്ക്ക് മരണപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. ഇത്ര മാർഗ്ഗം ഒന്ന് നമ്മൾ ലഘൂകരിച്ച് എങ്ങനെ ടെൻഷൻ ഇല്ലാതെ പണം കൈകാര്യം ചെയ്യാം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. പണം ചെറുതായി നമ്മൾ സ്വരൂപിച്ച് വെക്കുന്നതാണ് സമ്പാദ്യം. ഈ സമ്പാദിക്കുന്ന പണത്തെ നമ്മൾ കൂടുതൽ അതിന് വളർച്ചയുണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും അസറ്റ് ക്ലാസ്സിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് ഈ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവിടെ കിടന്ന് ആ പണം വളർന്ന് നമ്മളുടെ ഭാവിയിലെ ആവശ്യങ്ങളെ സാധ്യമാക്കുന്ന രീതിയിലാണ് പണം വളരേണ്ടതും നമ്മൾക്ക് ആവശ്യമായിട്ട് അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളതും. അപ്പോൾ എന്തിനാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. കുറച്ച് മുമ്പേ സൂചിപ്പിച്ചു, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ റിട്ടയർമെൻറ്റ്, ഇത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തുടക്കം തൊട്ടേ ഒരു ചെറിയ എമൗണ്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അത് ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാവും. അതുതന്നെയാണ് ഇതിലുള്ള പ്രധാന കാരണം. ഇനി എത്തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? പ്രധാനമായും സേഫ്റ്റി. നമുക്കറിയാം, നമുക്ക് ഇട്ട കാശ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ സേഫ്റ്റിയുള്ള അസറ്റ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇനി രണ്ടാമത്, നമുക്കതിനകത്തുനിന്ന് പ്രോഫിറ്റ് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവണം. നമുക്കെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. പണപ്പെരുപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് 100 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു വസ്തു അടുത്ത 10 വർഷം കഴിഞ്ഞ് 100 രൂപയ്ക്ക് മേടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ പണപ്പെരുപ്പം വളരെ ലഘുവായി പറഞ്ഞാൽ. അതായത് പണത്തിൻ്റെ മൂല്യം കുറയുന്നു. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതിന് ഒരു റിട്ടേൺ കിട്ടത്തക്ക രീതിയിലുള്ള ഏത് അസറ്റ് ക്ലാസ്സിൽ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം. ഇനി ലിക്വിഡിറ്റി, നമുക്ക് വളരെ പെട്ടെന്ന് അതിനെ പണമാക്കി മാറ്റണം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിനെ വളരെ പെട്ടെന്ന് പണമാക്കി മാറ്റണം. നമുക്ക് ഗോൾഡിനൊക്കെ നമുക്കറിയാം, കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് നമുക്ക് പണം ബാങ്കിലൊക്കെ ചെന്ന് നമുക്കത് പണയമാക്കി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അത്തരത്തിൽ വളരെ പെട്ടെന്ന് ലിക്വിഡിറ്റി കിട്ടുന്ന ഒരു അസറ്റ് ക്ലാസ് വേണം നമ്മൾ നിക്ഷേപിക്കാൻ. അപ്പോൾ പല ബാസ്ക്കറ്റുകളിലാക്കി കൂടുതൽ റിസ്ക് ഉള്ളതും കൂടുതൽ റിട്ടേൺ കിട്ടുന്നതും അങ്ങനെ പല അസറ്റ് ക്ലാസ്സുകളിലാക്കി നമ്മൾ നിക്ഷേപിച്ച് നമ്മളുടെ ആവശ്യങ്ങളെ ഭാവിയിലേക്ക് നേടിയെടുക്കത്തക്ക രീതിയിൽ പണത്തെ നിക്ഷേപിക്കുന്ന ഒരു കലയാണ് ഈ നിക്ഷേപം അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന ആ രീതി എന്നുള്ളത്.